മീൻ എന്താ അല്ല ഫ്രൈ ചെയ്ത മീൻ. അപ്പോൾ നമുക്ക് ഈ മീൻ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. മച്ചാമാരെ, എല്ലാവർക്കും നമ്മളെ മാസ്റ്റർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. നമ്മൾ അടിപൊളി വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്ന് പുഴമീൻ പിടിക്കാൻ പോവാണ്. പുഴമീൻ പിടിച്ചുകൊണ്ട് വന്ന് നമ്മളിവിടെ നിന്ന് പൊരിച്ച് കഴിച്ചിരിക്കും. മച്ചാമാരെ, നമുക്ക് നല്ലൊരു സൈറ്റ് കിട്ടിയിട്ടുണ്ട് ചൂണ്ടിടാൻ വേണ്ടി. നമ്മളപ്പോൾ ഏറി ചൂണ്ട ഇടാനാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മൾ ഏറി ചൂണ്ട ഇടാൻ പോവാണ്. എന്തായാലും നല്ലൊരു സ്ഥലത്ത് വന്ന് മീൻ പിടിക്കാൻ. വെറും ആക്ഷൻ മാത്രമേ കാണിക്കാറുള്ളൂ. ഞാൻ ആക്ഷനെ കാണിക്കും. നമുക്ക് അറിയാമല്ലോ ഇവിടെ കൊള്ളാം. ഇവിടെ ഇട്ട് നോക്കിയേ. പക്ഷെ നല്ല കാറ്റുണ്ടല്ലേ. നമ്മള് ഇവിടാണ് ചൂണ്ടയിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂണ്ടയ്ക്കകത്ത് തീറ്റ ഒരുക്കുകയാണ്. തീറ്റ ഒക്കെ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ മൈദ, ബിസ്ക്കറ്റ്, തിരിപ്പുണ്ണാക്ക്, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നല്ല പുട്ടുപരമാക്കി അത് കുഴച്ച് നമ്മൾ നാട്ടി ചൂണ്ടയ്ക്കകത്ത് സെറ്റ് ചെയ്താണ് നമ്മൾ എറിയാൻ പോകുന്നത്. ചൂണ്ട എറിയാണ്. എറിഞ്ഞോ. അടിപൊളി. മച്ചാന്മാരെ, നമുക്കൊരു ഏട്ട കിട്ടിയേക്കാന്ന്. ആദ്യമായിട്ട് ഒരു ഏട്ട കിട്ടിയപ്പം അത് നമ്മളിപ്പോൾ തീറ്റ മാറ്റിയുണ്ട്. ആ തീറ്റ മാറ്റി നമ്മൾ മാവ് മാറ്റിയിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഒരു ഏട്ട കിട്ടിയിരിക്കുകയാണ്. കിട്ടി അളി. അപ്പോൾ നമുക്ക് അടുത്ത ഏട്ട കിട്ടിയിരിക്കുകയാണ്. ഇപ്പം ഇന്ന് ഏട്ടയുടെ സീസണാണെന്ന് തോന്നുന്നു. ഈ ഏട്ടച്ചാകര ഉണ്ടെന്ന്. മച്ചാന്മാരെ, നമ്മൾ മൂന്നാമത്തെ ഏട്ടയും കിട്ടിയിരിക്കുകയാണ്. നമുക്ക് കൈ നോക്കണേ ചൂടാറില്ലേ. കളി ഇന്ന് ഏട്ടയുടെ കളിയാണല്ലോ കളി. നമുക്കങ്ങനെ മൊത്തത്തിൽ 5 ഏട്ട കിട്ടിയായിരുന്നു. 5 ഏട്ടയുടെ കൂടെ പിന്നെ ഒരു കരിമീൻ, പള്ളത്തി, പിന്നെ ചെറിയ മീൻ കുറച്ചുണ്ടായിരുന്നു. അത് ചെറിയ മീനെല്ലാം നമ്മളൊരു കൂട് വെച്ചായിരുന്നു. ആ കൂട്ടിനകത്ത് കിട്ടിയത്. അത് നമ്മൾ മീൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിനിപ്പം നമുക്കത് ഫ്രൈ ആക്കാനുള്ള, ഇനി അടുത്ത ഫ്രൈ ആക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ ആക്കി എടുക്കുക നമ്മൾ. അതിൻ്റെ തൊലി കളയത്തില്ല ചിലർ. നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അതാണ് നമ്മളെ. അങ്ങനെ നമ്മളെ മീൻ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് മക്കളെ. അപ്പോൾ നമ്മൾ നല്ല മീനെല്ലാം കഴുകി കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത മസാല വരട്ടാം. നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്. അപ്പോൾ ഇത് നമുക്കെല്ലാം നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 20 മിനിറ്റ് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡായിട്ട് കപ്പ എടുക്കുന്നുണ്ട്. ആ കപ്പയൊക്കെ ഒന്ന് വേവിക്കാനുള്ള ശ്രമത്തിലേക്ക് എടുക്കാം. കപ്പ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കപ്പൊക്കെ എല്ലാം വൃത്തിയാക്കി കഴുകി ക്ലീനാക്കിയിട്ട് ഇതാ നമ്മൾ വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ച് കത്തിക്കാൻ പോവുകയാണ്. കപ്പ വേവിച്ചിട്ട് വേണം എന്നിട്ട് മീൻ വറക്കാൻ.
ഗ്യാസ് കത്തിച്ച് ഇനിയിപ്പോൾ നമ്മളതിനെ കപ്പയും വെള്ളം എടുത്ത് വെക്കുവാണ്. ഇതിപ്പം ഒന്ന് വേവണം. അപ്പോൾ നമ്മളെ പുഴമീൻ വറക്കാനുള്ള സെറ്റപ്പാണ്. ചട്ടി ഇടുപ്പിലോട്ട് വെച്ചേക്കുക. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ട് എണ്ണ ഒഴിച്ച് നമുക്ക് അതിൻ്റെ മീൻ അങ്ങോട്ട് പറക്കുക, പുഴമീൻ അങ്ങോട്ട് പറക്കിയിട്ട് അങ്ങോട്ട് പൊരിക്കുക. അപ്പോൾ ആ ചട്ടി അങ്ങോട്ട് ചൂടായിരിക്കുവാണ്. നമ്മളിപ്പോൾ എണ്ണ അങ്ങോട്ട് ഒഴിക്കുവാണ്. നമ്മളെ ചട്ടിയല്ല എണ്ണ എല്ലാം ചൂടായിരിക്കുകയാണ്. നമുക്ക് ആ മീൻ അങ്ങോട്ട് പറക്കി അങ്ങോട്ട് ഇടാം. പുഴമീനാ പെട്ടക്കി വന്ന് കണ്ട ചട്ടി കിടന്ന് പെട്ടക്കില്ല. പെട്ടപ്പുണ്ട് എന്താ മക്കളെ ഇത് കണ്ട. ഇതാണ് മക്കളെ മീൻ. നല്ല മഞ്ഞ ഏട്ട, കുറച്ച് മഞ്ഞ ഏട്ട ഇങ്ങോട്ടാ പൊരിച്ചിന്ന് അതിൻ്റെ ടേസ്റ്റ് വേറെ എന്നാ. എവിടെ കിട്ടിയാലും കണ്ടാ വാങ്ങിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം ഒന്നരേ വാങ്ങിച്ച് ഫ്രൈ ചെയ്തോളാം. പിന്നെ കുറച്ച് നമ്മുടെ കൂടുണ്ടായിരുന്നു, നെറ്റ് കൂടുണ്ടാക്കിയായിരുന്നു. ആ കൂട്ടിനകത്ത് കിട്ടി കുറച്ച് ചെറിയ മീനുണ്ട്. പള്ളത്തി, ഒരു കരിമീൻ കുഞ്ഞ്, അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ മീനുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീൻ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മള് കപ്പ ഒരുവിധം പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. പകുതി വേവായതിനു ശേഷം ഉപ്പിടുന്നതായിരിക്കും നല്ലത്. കറക്റ്റായിട്ട് ഉപ്പെല്ലാം നല്ല പിടിക്കും. നമ്മളെ പുഴ മീനും കപ്പയും രണ്ടടുപ്പിലായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പെരുമാറ്റം മാറും. ഒരു 3 എണ്ണം ഇവിടെ കാത്തിരിപ്പുണ്ട് നമ്മളെ കപ്പയും പുഴ മീനും വേണ്ടി. 3 മരം ഇങ്ങനെ കാത്തിരിക്കുക. ആക്ഷൻ. നമ്മളെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് പിന്നെയിപ്പോൾ ഇത് 10 മിനിറ്റോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ മീൻ ഫ്രൈ അങ്ങനെ റെഡി ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ പുഴമീൻ നല്ല റെഡി ആയിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ ഡെക്കറേഷൻ വെച്ചാൽ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് മുളക്, ഉള്ളി, കറിവേപ്പിലയൊക്കെ അരിഞ്ഞ് നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കപ്പ റെഡി ആയിരിക്കും. അതിൻ്റെ വെള്ളം കളയാൻ നമുക്ക് കപ്പ ഇങ്ങോട്ട് തട്ടണം. ഇല്ല, എളുപ്പമുള്ള പരിപാടികളാണ്. ഇതാണ് നമ്മളെ കപ്പ. ഇതാണ് മക്കളെ. അപ്പോ നമ്മളെ കപ്പ നല്ല മീൻ എന്താ നല്ല ഫ്രൈ ചെയ്ത മീൻ. നല്ലതാ, നല്ല അടിപൊളി ചട്നി, കാന്താരി മുളകും നല്ല കൊച്ചുള്ളി ഇട്ട് പുളിയായിട്ട് ചേർന്ന് നല്ല അടിപൊളി ചട്നി ഉണ്ട് എൻ്റെ കൂടെ. അതങ്ങോട്ട് കടിച്ചു നോക്കി നിങ്ങളല്ല. നമ്മളന്നേരം ആദ്യം അതിൻ്റെ ടേസ്റ്റ് നോക്കുക. നല്ല ചട്നിയായിട്ട് നമ്മൾ സൂപ്പർ സാധനം. നമ്മളെ കുറെ ചങ്കളോടെ ഇപ്പോണ്ട് ചങ്കൾ കഴിക്കാം. വിളിച്ചില്ലേ? ശരി, എങ്ങനെയുണ്ട്? കൊള്ളാടാ, സൂപ്പർ. പറയണ്ട. അപ്പൊ നമ്മളിത് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ചൂണ്ടയിട്ട് പിന്നെ കൂട് വെച്ചാൽ കൂട് വെച്ചപ്പോ കുറച്ച് പൊടിമീനുണ്ട്. അതൊക്കെയാണ് ഇത്. ചൂണ്ടയ്ക്കകത്ത് ഏട്ടയാണ് കിട്ടിയത് കൂടുതൽ. അതെല്ലാം നമ്മൾ പുറത്തെടുത്തതാണ്. ഇപ്പം നമ്മൾ കഴിക്കുവാന്ന് എല്ലാവരും കൂടെ ഒന്ന്. അപ്പോൾ ഇതെല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മളതിൻ്റെ വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അതുവരെ ഒരു ബൈ.